ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു VR വീഡിയോയിലോട്ടാണ്. നമ്മൾ സോളോ മാച്ച് VR പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ VR മാച്ചിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പുതിയ ചാനലിൽ. അപ്പോൾ നമ്മൾ നേരെ ചെന്നിറങ്ങിയത് പാർട്ടി വെന്യൂ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നമ്മൾ വിൻചെസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു, വിൻചെസ്റ്ററും കിങ്ഫിഷറും. നമ്മൾ നേരെ ആകുമ്പോൾ ബേക്കിലൊരു എനിമീൻ്റെ അടി കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഗ്ലൂ ഇട്ട് ഓസ്കാർ ഇട്ട് തെറിച്ച് പോയപ്പോഴത്തേനും അടുത്ത എനിമി വന്ന് നമ്മളെ പുറകിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ എനിമിനെ വേറെ ഒരുത്തങ്ങ് കൊന്നത്. അപ്പോഴത്തേനും നമ്മുടെ സെക്കൻഡ് ജെൻസ് റിവൈവ് ആയിട്ട് നേരെ ഇറങ്ങിയത് നമ്മുടെ സ്വന്തം ക്ലോക്കിലാണ്. ഇവിടെ ഒരു ചെറിയ ലാഗ് ഉണ്ടാവും, അത് ചെറുതായിട്ട് സ്പീഡ് കൂട്ടുമ്പോൾ ലാഗ് അടിക്കുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടി ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടി വെക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരെ ക്ലോക്കിൽ നിന്ന് ഒരാളോട് ഉണ്ടായിരുന്നു, അവനെ തീർത്തിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് ലോങ്ങിൽ നിന്ന് അടി കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗ്ലൂ വാളിട്ട് കവർ എടുക്കുമ്പോഴത്തേനും അവൻ ഗ്ലൂ വാൾ പൊട്ടിച്ചു. അടുത്ത ഗ്ലൂ വാളിട്ട് നമ്മൾ വീടിൻ്റെ ബേക്കിൽ പോയിരുന്നപ്പോഴത്തേനും അവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേനും അവൻ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കിനി ഒരു ചാൻസ് ഉള്ളൂ, വെറുതെ ഫൈറ്റ് ചെയ്യുന്ന കളി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ നിന്ന് റിവൈൽ ചാൻസിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. ഈ റിവൈൽ ചാൻസിൻ്റെ അവിടെ പോയി നിന്നിട്ട് നമുക്ക് സെക്കൻഡ് ചാൻസ് അൺലോക്ക് ആക്കാൻ വേണ്ടി നമ്മളത് അവിടെ പോയി നിൽക്കുകയാണ്. നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേനും നമുക്ക് എനിമി ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോഴത്തേനും മാപ്പിലൊരു എനിമിനെ കണ്ട്. അപ്പോൾ നമ്മൾ അവനെ അടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് പൊക്കാൻ വേണ്ടി ഇപ്പോൾ പോകും ഗെയ്സ്. ആയിട്ട് ഇപ്പോൾ നമ്മൾ അവനെ കുറേ നേരം നോക്കി നിൽക്കും ഗെയ്സ്, അവൻ വരുന്നുണ്ടോയെന്ന്. നമ്മൾ സേഫ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ റിവൈവ് പോയിൻ്റ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരെ പോയി ഒറ്റ മൈൻഡ് റിവൈവ് പോയിൻ്റ് പോയി വട്ടത്തിൽ ഗ്ലൂ വാളിട്ട് നിന്ന് എന്നിട്ട് റിവൈവ് ഫുള്ളാവുന്നോടം വരെ അവിടെ ക്യാമ്പ് അടിച്ച് വന്നപ്പോഴത്തേനും എനിമി വന്നില്ല. അപ്പോഴത്തേനും ലോങ്ങിൽ നിന്ന് ആരും അടിക്കാൻ തുടങ്ങി. ഞാൻ ഓസ്കാർ ഇട്ട് ഗ്ലൂ ഒട്ടിച്ച് നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയായിരുന്നു ഗെയ്സ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ കുറേ നേരം സ്കോപ്പ് ഇട്ട് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട് ഗെയ്സ്. നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു എനിമി വരും ഗെയ്സ്. നമ്മളിങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ മാപ്പിലൊരു എനിമീൻ്റെ ഇത് കാണും. നമ്മൾ അവിടെ സ്കോപ്പ് ഇട്ട് നോക്കും, അവിടെ ആരും കാണില്ല. പിന്നെ ഞാൻ ഈ കളിക്കുന്ന എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് OMR. ഇതിനകത്ത് ഞാൻ കുറച്ച് നേരം ഫ്രണ്ട് ആക്കുന്നിരിക്കും. അപ്പോൾ ഫ്രണ്ട് ആക്കേണ്ടവരുടെ UID ഡു കമൻറ്റ്. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടില്ലേ, പോയി കാണുക ഗെയ്സ്. ചാനൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു എനിമി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ എനിമീനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേനും ആ എനിമീനെ വേറെ ആരും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോഴത്തേനും അവൻ അവിടെ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സോൺ ഔട്ടിലാണല്ലോ, അപ്പോൾ നമ്മൾ സോണിൽ കയറാൻ വേണ്ടി ഹീലിംഗ് ഡ്രോൺ ഇട്ടു. പക്ഷേ അത് നമ്മുടെ മറ്റേ ഹെൽത്ത് ബാറിൻ്റെ മുകളിലുള്ള ആ നീല സാധനം കൂടാനുള്ള ഇതായിരുന്നു. പിന്നെ നമ്മൾ ഓസ്കാർ ഇട്ട് പെട്ടെന്ന് സോണിൽ കയറാൻ വേണ്ടി നിന്നു. സോണിൽ കയറി. അങ്ങനെ നമ്മൾ സോണിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. നമ്മളെന്തൊക്കെയായാലും സോൺ കയറിയില്ലെങ്കിൽ അവസാനം നമുക്ക് ലാസ്റ്റ് സോൺ ആകുമ്പോഴത്തേനും പണി കിട്ടും. നമ്മൾ സോൺ കയറാൻ നോക്കുമ്പോഴത്തേനും സോൺ കയറി എനിമീസൊക്കെ നമ്മൾ അടിച്ചിടും. നമ്മൾ അവിടെ എനിമി ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. ആ മോൺസ്റ്റർ ട്രക്ക് എടുത്ത് നമ്മൾ വിചാരിച്ചു നേരെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നൈട്രൊക്കെ ഇട്ട് തെറിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സോൺ കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഗെയ്സ്. അപ്പോഴത്തേനും നമുക്ക് ബേക്കിൽ നിന്ന് അടിയിട്ട് നമ്മളവിടെ കവർ എടുത്ത് നിന്ന് മെഡ് അടിക്കുമായിരുന്നു ഗെയ്സ്. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു മെഡ് അടിച്ചെന്നാൽ ശരിയാവില്ല, ചാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നൈട്രോ ഇട്ട് അവിടെ നിന്ന് എസ്കേപ്പായി ഗെയ്സ്. എസ്കേപ്പായി ഞാൻ നേരെ പോകുന്ന റിവർ സൈഡിൽ തേർഡ് ഡ്രോപ്പ് അടിക്കാനാണ് ഗെയ്സ്. ഞാൻ റിവർ സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗെയ്സ് നൈട്രോ ഇട്ടിട്ട്. നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ചാടി ചെറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ടോക്കൺ കണ്ടു, അതെടുത്തു. നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ചാടി ചെറുക്കാമെന്ന് വിചാരിച്ച് സൂന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷേ വെള്ളത്തിലോട്ട് വണ്ടി ഇറങ്ങുന്നുണ്ടായില്ല, എന്തോ ബഗ്ഗായിരുന്നു. നമ്മൾ പിന്നെ ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് വെള്ളത്തിലാണ് നടക്കുന്നത്. അതെടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോയി കുറേ നേരം ചാർജ് ആവുന്നോളം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഫസ്റ്റത്തെ കിട്ടിയപ്പോഴത്തേനും നമുക്ക് മറ്റേ ഗ്ലൂ പൊട്ടിക്കുന്ന ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് കൈ പിടിച്ച്. അപ്പോഴത്തേനും ലോങ്ങിൽ നിന്ന് അടി കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ഫ്രണ്ടിലൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഗെയ്സ്. പിന്നെ എയർ ഡ്രോപ്പ് ഫുള്ളാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗണ്ണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. SVD ആണെങ്കിൽ ഞാൻ എടുത്താനെ, പക്ഷെ നമുക്ക് കിട്ടിയത് SVD ആയിരുന്നില്ല ഗെയ്സ്. നമുക്ക് കിട്ടിയത് വെറും ഗ്രോസ് ആയിരുന്നു. അതുകൊണ്ട് ഗ്രോസ് വെച്ച് എനിക്ക് കളിക്കാറിയതുകൊണ്ട് ഞാൻ ഗ്രോസ് എടുത്തില്ല. അപ്പോൾ തന്നെ എനിക്ക് ലോങ്ങിൽ നിന്ന് അടി വന്നപ്പോൾ ഞാൻ വല്ല ഗ്ലൂ വാൾ ഇട്ട് വുഡ് പേക്കർ വെച്ചടിച്ചു. അപ്പോഴത്തേനും ബേക്കിൽ നിന്ന് അടി കിട്ടി. അങ്ങനെ ഞാൻ ഗ്ലൂ വാൾ ഇട്ടു. അപ്പോഴത്തേനും എനിക്ക് ആ എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടിയ ലോഞ്ച് പാഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെക്കാൻ നോക്കിയപ്പോഴത്തേനും വെക്കാൻ പറ്റുന്നുണ്ടായില്ല ഗെയ്സ്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് സോൺ വരാൻ തുടങ്ങി. നമുക്ക് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടി അവിടെ ലോഞ്ച് പാഡ് ഇട്ടിട്ട് പെട്ടെന്ന് നമ്മളങ്ങനെ സ്പീഡ് സൂന്ന് പറഞ്ഞു പോയി. അപ്പോഴത്തേനും അവിടെ ഒരു എനിമി ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ അവനടിക്കാൻ നമുക്ക് HP ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിക്കണ്ട വിചാരിച്ചു. നമ്മൾ കയറി പോകുമ്പോഴത്തേനും അതാ ജീപ്പിൻ്റെ അവിടെ ഒരു എനിമി. അവന് നല്ല ഡാം കൊടുത്തെങ്കിലും ആക്കില്ല, നമുക്ക് കിട്ടിയില്ല. നമ്മളെല്ലാം അവൻ്റെ അടുത്തേക്ക് റഷ് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ വിചാരത്തിൽ ഇപ്പോൾ അവൻ ബേക്കിലുണ്ടെന്നാണ്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല ഗെയ്സ്. നമ്മൾ എല്ലാം റഷ് അടിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാം അടുത്തേക്ക് ചെന്ന് പോകുമ്പോഴത്തേനും
അവിടെ അവിടെ അവൻ്റെ ഗ്ലൂ വാളിൻ്റെ ബേക്കിൽ കയറുമ്പോഴത്തേനും അവിടെ അവൻ്റെ ലൂട്ട് ബോക്സ് മാത്രമേ ഉണ്ടല്ലോ. അവിടെ നിന്ന് ലൂട്ട് ഇറക്കിയപ്പോഴത്തേനും പുറകിൽ നിന്ന് വലിയൊരു അടി കിട്ടി. അപ്പോൾ നമ്മൾ സൂപ്പർ മഡ് അടിച്ച് HP ഫുള്ളാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓസ്കാർ ഇട്ട് കവർ എടുക്കാൻ വേണ്ടി മരത്തിൻ്റെ ബേക്കിൽ പോയി നിന്ന്. എന്നിട്ട് നമ്മൾ ആ എനിമീനെ നോക്കുമ്പോൾ ആ എനിമീനെ കാണാനില്ല ഗൈസ്. അതാണ് പ്രത്യേകത, ആ എനിമീനെ കാണാനില്ല. അപ്പോഴത്തേനും എലൈവ് നോക്കുകയാണെങ്കിൽ 4 പേരാണ് ഗൈസ്. ടോട്ടൽ 3 പേരാണ് എലൈവ് ഉള്ളത്. നമ്മളെയും കൂടി കൂട്ടിയാൽ 4 പേര് എലൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വുഡ് പെക്കർ വെച്ചിട്ട് L ഷേപ്പിൻ്റെ അവിടെ എനിമി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കാരണം സോണിലോട്ട് കയറേണ്ട കേസ്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ആ ടവറിൻ്റെ ബേക്കിൽ പോയി കവർ എടുക്കാമെന്ന് വിചാരിച്ചു കേസ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കവർ എടുക്കാൻ വേണ്ടി ഓടുകയാണ് കേസ്. ഓസ്കാർ ഉള്ളതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോഴത്തേനും ലോങ്ങിൽ നിന്ന് വേറെ അടി കിട്ടി കേസ്. അപ്പോഴത്തേനും നമ്മൾ ബെഡ് അടിച്ച് പെട്ടെന്ന് റിപ്പർ കിറ്റ് കടിച്ച് ലോങ്ങി വരുമ്പോൾ ഒരുത്തം വന്ന് കേസ്. അവൻ നമ്മൾ വുഡ് പെക്കർ വെച്ച് 385 ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അടുത്തവൻ അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു. അവൻ അടിക്കാൻ നോക്കിയപ്പോഴത്തേനും അവനെ വേറൊരുത്തൻ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ആളെ നോക്കുമ്പോഴത്തേനും അവൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അടുത്ത സോൺ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കയറിയിരിക്കുന്നു. അപ്പോൾ ലോങ് റേഞ്ച് നമ്മൾ മുകളിലുണ്ടല്ലോ കേസ്. അപ്പോൾ അവന് സുഖം അടിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ എന്തുകൊണ്ടും അവന് അടി കിട്ടിയില്ല കേസ്. അപ്പോഴത്തേനും എനിക്ക് എന്താ പറ്റിയോ അറിയില്ല, എൻ്റെ സ്കില്ല് ഫുള്ളും പോയി കേസ്. അപ്പോഴത്തേനും ഞാൻ അവൻ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് റഷ് അടിച്ച് വരുമല്ലോ. റഷ് അടിച്ച് വരാൻ നേരത്ത് അടിയാലോ എന്ന് വിചാരിച്ച് നല്ല ഡാം കൊടുത്തു. എനിക്ക് നല്ല ഡാം കിട്ടി. ഞാൻ ഗ്ലൂ അവിടെ നോക്കിയപ്പോഴത്തേനും എൻ്റെ ഗ്ലൂ ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഓടി കളിച്ചു. ഗ്ലൂ കിട്ടിയത് ഞാൻ അവിടെ ചെന്നു. അപ്പോഴത്തേനും അവൻ എന്തൊരു കുന്ത്രാണ്ടം വിട്ടു ഗൈസ്. ഞാൻ ചത്തുപോയി.